തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ അപൂർവ സുന്ദര ചരിത്ര നേട്ടത്തിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. രഞ്ജി ട്രോഫിയിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളം ഫൈനലിൽ. കേരളം ഗുജറാത്ത് സെമി ഫൈനൽ സമനിലയിൽ പിരിഞ്ഞു. ആദ്യ ഇന്നിംഗ്സിലെ 2 റൺസ് ലീഡിന്റെ കരുത്തിലാണ് കേരളം ഫൈനലിലെത്തിയത്. മഹേഷ് പോലൂർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. മഹേഷ്, ഒരു വലിയ ജയത്തോളം പോന്ന, ഒരു കിരീട നേട്ടത്തോളം പോന്ന ഒരു സമനിലയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചരിത്ര നേട്ടത്തിലേക്കുള്ള ഒരു ചുവട്ടുപടിയായിരുന്നു ആ സമനില. അതിൽ ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഗുജറാത്തിനെ അവരുടെ മടയിൽ ചെന്ന് ഈ ഇത്രയും വലിയൊരു സമനിലയിൽ തളക്കാൻ, എന്ന് വെച്ചാൽ വലിയ താരങ്ങളൊക്കെ അടങ്ങിയ ഒരു ഗുജറാത്ത് ടീമിനെ മെരുക്കിയെടുത്ത് ഒരു വിലപ്പെട്ട ഒരു പോയിന്റ് നേടി ഫൈനലിലേക്ക് കുതിക്കുമ്പോൾ ഈ നേട്ടത്തെ, ഈ നിമിഷത്തെ എങ്ങനെയൊക്കെ വിലയിരുത്തേണ്ടതുണ്ട് മഹേഷ്? സൈഫു പറഞ്ഞതുപോലെയാണ്, ഒരു പക്ഷേ കേരള ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇത്ര സുന്ദരമായ ഒരു നിമിഷം കടന്നു പോകുന്നുണ്ടാകില്ല. കാരണം ഇതാഗ്രഹിച്ചതാണ് കേരളത്തിന്റെ താരങ്ങൾ. ഇങ്ങനെയൊരു ഫൈനലിലേക്ക് കടന്നെത്തുക എന്നുള്ളത് കേരളത്തിന്റെ താരങ്ങളുടെ ആഗ്രഹമായിരുന്നു, കാലങ്ങളായുള്ള ആഗ്രഹമായിരുന്നു. 74 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. 352 മത്സരങ്ങൾ കളിച്ച് ആ മത്സരങ്ങൾക്കൊടുവിലുള്ള ആഗ്രഹമായിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്ന ഏറ്റവും സുന്ദരമായ നിമിഷത്തിലൂടെയാണ് കേരള ക്രിക്കറ്റ് കടന്നു പോകുന്നത്. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം ഇറങ്ങും. വിദർഭയ്ക്കെതിരെ ഈ മാസം 26-ന് നാഗ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ വിദർഭയ്ക്കെതിരെ കേരളത്തിന്റെ ചുണക്കുട്ടികൾ റൺസ് നേടും, പന്തെറിയും. അതായത് ഇന്നത്തെ മത്സരത്തെ പൊതുവായി നമ്മൾ ഈ സെമി ഫൈനൽ മത്സരത്തെ വിലയിരുത്തുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ കേരളം ഉയർത്തിയ 457 റൺസ് എന്ന കൂറ്റൻ ഒന്നാം ഇന്നിംഗ്സ് സ്കോർ, മുഹമ്മദ് അസറുദ്ദീന്റെ പുറത്താകാതെയുള്ള 177 റൺസിന്റെ പോരാട്ടം, 69 റൺസ് എടുത്ത നായകൻ സച്ചിൻ ബേബിയുടെ കരുത്താർന്ന ബാറ്റിംഗ്, 52 റൺസ് നേടിയ സൽമാൻ നിസാറിന്റെ മറ്റൊരു മനോഹരമായ ഇന്നിംഗ്സ്, ഒപ്പം തന്നെ 30 റൺസ് വീതമെടുത്ത അക്ഷയ് ചന്ദ്രന്റെയും ഒപ്പം രോഹൻ കുന്നുമലിന്റെയും ജലജ് സക്സേനയുടെ ബാറ്റിംഗ്, അരങ്ങേറ്റത്തിൽ പാടുകെട്ടിയ അഹമ്മദ് ഇമ്രാന്റെ 24 റൺസ്, വരുൺ നായനാരുടെ 10 റൺസ്, ഇതെല്ലാം ചേർന്ന് ആദിത്യ സർവാത്തയുടെ 11 റൺസ്, MD നിതീഷിന്റെ 5 റൺസ്, എന്തിനേറെ പറയുന്നു എൻ ബേസിലിന്റെ 1 റൺസ്. ആ 1 റൺസ് പോലും കേരളത്തിന്റെ ഫൈനലിലേക്ക് കടക്കുന്നതിൽ ഏറ്റവും നിർണായകമായി എന്ന് നമ്മൾ പറയേണ്ടി വരും. 2 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡാണ് കേരളം നേടിയത്. അനായാസം കേരളത്തിന്റെ സ്കോർ മറികടക്കാൻ ഗുജറാത്തിനാകുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ വിധി എഴുതിയത്, പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനവർക്ക് കരുത്ത് നൽകിയത് 3-ാം ദിനത്തിൽ ഗുജറാത്തിന്റെ ബാറ്റർമാർ കേരളത്തിന്റെ ബൗളർമാരെ നേരിട്ട രീതിയാണ്. 222-ന് 1 എന്ന ഏറ്റവും ശക്തമായ നിലയിൽ നിന്നാണ് 4-ാം ദിനം ജലജ് സക്സേന ഈ കളി ഇങ്ങ് തിരിച്ചു പിടിക്കുന്നത്. 4-ാം ദിനത്തിൽ ജലജ് സക്സേന നേടിയ 4 വിക്കറ്റാണ് കേരളത്തെ കൊണ്ടുവന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, 3-ാം ദിനം കഴിയുമ്പോൾ സ്പിന്നിന് അനുകൂലമായ പിച്ചാകും, അപ്രതീക്ഷിതമായ ബൗൺസ് ഉണ്ടാകും, ഒരുപക്ഷെ പന്തിന്റെ ഗതി മനസ്സിലാക്കാൻ ബാറ്റർമാർക്ക് പ്രശ്നമുണ്ടാകും. ദുഷ്കരമാണ് ഈ പിച്ചിൽ ബാറ്റിംഗ് എന്ന് തുടക്കത്തിലെ ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും അത് വലിയ പ്രതീക്ഷയോടെ പറഞ്ഞിരുന്നു, കേരളത്തിന്റെ സ്പിന്നർമാർ ഈ കളി നമുക്ക് തിരികെ കൊണ്ടുവരുന്നുള്ളത്. 4-ാം ദിനം കളി തിരികെ കൊണ്ടുവന്നത് ജലജ് സക്സേനയാണെങ്കിൽ 5-ാം ദിനം കേരളത്തിന്റെ സ്വപ്ന നടപ്പാക്കിയത്, ആ സ്വപ്നം നമുക്ക് സാഫല്യത്തിലെത്തിച്ചത് ആദിത്യ സർവാത്തയാണ്. ഇന്ന് 3 വിക്കറ്റ്. ജയ്മീത് പട്ടേൽ എന്ന് പറയുന്ന ഗുജറാത്തിന്റെ ഉരുക്കു കോട്ടയെ തളച്ചത് ആ സർവാത്തയുടെ പന്താണ്. മനോഹരമായ സ്റ്റംപിങ്ങിലൂടെ മുഹമ്മദ് അസറുദ്ദീൻ ജയ്മീത് പട്ടേലിനെ പുറത്താക്കി. പ്രസിഡന്റ് ജയസ് ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജയസ് ജോർജ്, ഈ നിമിഷത്തെ എങ്ങനെ വിലയിരുത്തണമെന്നൊരു പക്ഷേ അങ്ങേക്കും അല്ലെങ്കിൽ ഒരു മലയാളിക്കും പെട്ടെന്ന് വാക്കുകൾ കിട്ടാതെ പ്രയാസത്തിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 7 പതിറ്റാണ്ടോളം നീണ്ട ഒരു സ്വപ്നത്തിൻ്റെ അതിമനോഹരമായ സാഫല്യമാണ്. അതും ഗുജറാത്തിനെ അവിടെ ചെന്നുകൊണ്ട് നേരിട്ട നമ്മുടെ വെടിക്കെട്ട പിള്ളേരൊടുക്കം കേരളത്തിനെ ഇതാ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നു. എങ്ങനെ കാണണം ഇന്നത്തെ മത്സരത്തൊപ്പം ഈ സെമി പ്രകടനത്തെ, നമ്മുടെ പുതിയ ടീമിനെ? തീർച്ചയായിട്ടും ഒരു ഗ്രൗണ്ടിൽ കാണിച്ചു വെച്ചത് നമുക്കറിയാം. വളരെ ക്ലോസ്ഡ് മാച്ച് ആയിരുന്നു. എല്ലാവരും ഫിംഗേഴ്സ് ക്ലോസ്ഡ് ആയിട്ട് രാവിലെ മുതൽ ഇത് വാച്ച് ചെയ്യുമായിരുന്നു. എന്തായാലും ഈ ലാസ്റ്റ് നിമിഷം വരെ പ്രതീക്ഷ കൈവിടാതെ ഫൈറ്റ് ചെയ്ത ടീമിന് തീർച്ചയായും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കൂടാതെ നമ്മൾ എല്ലാവരും വർഷങ്ങളോളം കാത്തിരുന്ന ഒരു വിജയമാണ് രഞ്ജി ട്രോഫി എന്നുള്ളൊരു സ്വപ്നം. അതിലെ ഒരു പടി കൂടി നമ്മൾ കടന്നിരിക്കുന്നു. ഏതായാലും തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. ഗുജറാത്തിന്റെ ഫൈനൽ വിക്കറ്റ് അത് തന്നെയാണ് എല്ലാ കാലത്തും നമ്മൾ ഓർത്ത് വെക്കേണ്ടി വരിക എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും
നമ്മൾ പറഞ്ഞ പോലെ ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ കുട്ടികൾ ഈ സീസണിൽ വളരെ നല്ല പ്രകടനമാണ് നടത്തിയിരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ലക്കും നമ്മുടെ കൂട്ടത്തിൽ വന്നു. ആ ഒരു നമ്മളുടെ എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ലോഗോയിൽ അടിച്ചുകൊണ്ടാണ് ആ ക്യാച്ച് മുകളിലേക്ക് പോയത്. ഒരു 12th മാന്റെ വർക്ക് എന്തായാലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അതിഗംഭീരമായൊരു ടീമാണ്. ആ ഒരു ടീമിനെ വാർത്തെടുക്കാൻ ഒരു പക്ഷേ KCAക്കും അതിനകത്ത് വലിയ തോതിൽ അഭിമാനിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കിപ്പോൾ സഞ്ജുവിനെ തുടക്കത്തിൽ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയാതിരുന്ന ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് വലിയ നിരാശയും വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല, നമുക്ക് നല്ല പിള്ളേർ വരികയാണ്. ഇപ്പോൾ സൽമാൻ നിസാറിനെ പോലെ, അസറുദ്ദീനെ പോലെ, വരുൺ നായനാരെ പോലെ, പിന്നെ നല്ല അതിഥികളുണ്ട് നമുക്ക്, ജലജ് സക്സേന, ആദിത്യ സർവാത്തയെ പോലെ. അപ്പോൾ ഈ ടീമിനെ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഈ വർഷം നമ്മൾ ഒരു കഠിന പ്രയത്നം തന്നെ ടീം അംഗങ്ങളും കോച്ചും ടീം മാനേജ്മെന്റും ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ അറിയാം ഏറ്റവും ശക്തമായ പൂളായിരുന്നു കേരള ഈ ഒരു പൂള്. കാര്യം മധ്യപ്രദേശ്, UP, കർണാടക, ബംഗാൾ, ഹരിയാന, പഞ്ചാബ് അങ്ങനെ ശക്തരായ ടീമുകളുടെ അഗൻസ്റ്റാണ് കേരളം കളിച്ചത്. ഒരു മാച്ചും കൂടി നമ്മൾ പരാജയപ്പെട്ടില്ല. അതേപോലെ ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡും പോയില്ല. അപ്പോൾ ഒരു നല്ലൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ബാറ്റ്സ്മാൻമാരായിക്കോട്ടെ, ബൗളേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ നിതീഷ് ഫാസ്റ്റ് ബോളർ ആയിക്കോട്ടെ, ബേസിൽ തമ്പിയുടെ ലാസ്റ്റ് ഇന്നിംഗ്സ് സൽമാനായിട്ടുള്ളത്, ഒരുപാട് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഓർമ്മകൾ കടന്നുകൊണ്ടുമാണ് ഈ സീസൺ പോകുന്നത്. വളരെ നാരോ വിൻസ്, മധ്യപ്രദേശ് ആയിട്ടുള്ള ഡ്രോ, അപ്പൊ എല്ലാം കൊണ്ടും വളരെ ടീമിന് അവരുടെ തന്നെ വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. കോച്ച് എന്ന നിലയിൽ അമേഷ് ഖുറേഷി ഏറ്റവും കൂടുതൽ കൊടുത്തത് അതായിരിക്കണം. ഏതായാലും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അഭിമാനമായ നിമിഷമാണിത്. തീർച്ചയായും അമീർ ഖുറേഷിയെ കോച്ചിങ് സ്ഥാനത്തേക്ക് വന്നത് ഒരു ഘട്ടത്തിൽ മറന്നു പോകാൻ കഴിയില്ല. അദ്ദേഹം ആ കുട്ടികൾക്ക് കൊടുത്ത അതിഗംഭീരമായ ഒരു പരിശീലനവും, ഒരു പക്ഷേ പരിശീലനം എന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുക, ആ ടീമിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക, അതൊക്കെയാണല്ലോ. അപ്പോൾ അമീർ ഖുറേഷിയിലേക്ക് നമ്മൾ എത്തിയതും അമീർ ഖുറേഷി വന്നപ്പോൾ തന്നെ നമുക്കുണ്ടാക്കിയ ഒരു വലിയ നേട്ടവും അതിനെ കൂടി സ്പെഷ്യലായിട്ട് കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ നമ്മളുടെ ടെയിലൻഡേഴ്സിന്റെ ബാറ്റിംഗ്, നമുക്ക് പല മാച്ചുകളും അവസാനം റൺസ് വരാതെ എനിക്കൊന്ന് ക്വിക്കായിട്ട് വിക്കറ്റ് പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ മാനേജ്മെന്റിനായിട്ട് അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഈവൻ അമീർ ഖുറേഷിയ നമ്മളുടെ ടെയിലൻഡേഴ്സ് അല്ലെ ബോളേഴ്സിനൊക്കെ 1-2 മണിക്കൂർ എല്ലാ ദിവസവും നെറ്റ്സിൽ ബാറ്റിംഗ് കൊടുക്കുന്നുള്ളതാണ്. കാര്യം ടെയിലിൽ നിന്ന് റൺ വരണം എന്നുള്ളത്. അതെന്തായാലും നമ്മൾ തീർച്ചയായിട്ടും കണ്ടു. പല മാച്ചസും നമ്മളുടെ ടെയിലൻഡേഴ്സ് അല്ലെങ്കിൽ ബൗളേഴ്സ് ആണ് നമുക്ക് ഒരു ഡ്രോയിലേക്കോ വിജയത്തിലേക്കോ ഫസ്റ്റ് ഇന്നിംഗ്സിലോ എത്തിച്ചത്. നമുക്ക് ബേസിൽ തമ്പിയുടെ ഇന്നിംഗ്സ് ആയിക്കോട്ടെ, നിതീഷിന്റെ ഇന്നിംഗ്സ് ആയിക്കോട്ടെ, മേസിൽ NPയുടെ ഇന്നിംഗ്സ് ആയിക്കോട്ടെ, പല ക്രൂഷ്യൽ ഇന്നിംഗ്സും വാലറ്റത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തിയത്. ശരി, ഇനിയിപ്പോൾ വിദർഭയാണ് എതിരാളികൾ. എത്ര കണ്ടൊരു തയ്യാറെടുപ്പ് വേണ്ടി വരും, പ്ലാൻ വേണ്ടി വരും? നമ്മൾ ആദ്യമായി എത്തുകയാണ്. വിദർഭ എത്രയോ സമയം ഫൈനലിലെത്തിയ ഒരു ടീമാണ്, മികച്ച താരങ്ങളുണ്ട് അതിനകത്ത്. എത്ര വലിയൊരു മുന്നൊരുക്കം വേണ്ടി വരും ഫൈനലിന് വേണ്ടി? തീർച്ചയായിട്ടും ഏതായാലും കോച്ച് എന്നുള്ള രീതിയിലും ടീം മാനേജ്മെന്റും തീർച്ചയായിട്ടും തിങ്കിക്കും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പ്ലേയിങ് 11 ആയിരിക്കും കോച്ച് പ്ലാൻ ചെയ്യുക. ഏതായാലും എനിക്ക് തോന്നുന്നു രഞ്ജി ട്രോഫി ഫൈനലിലോ അല്ലെങ്കിൽ സെമി ഫൈനലിലോ എത്തുന്ന ടീമുകൾ ഒന്നും മോശമായിരിക്കില്ലല്ലോ. അപ്പൊ എന്തായാലും ഒരു മികച്ച പോരാട്ടം തന്നെ നമുക്ക് കാഴ്ചവെക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലേക്ക് ട്രോഫി കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആത്മവിശ്വാസം. ശരി, കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ വി അബ്ദുറഹ്മാൻ, വലിയ അഭിമാനകരവും സന്തോഷകരവുമായ ഒരു നിമിഷമാണ്. എന്ന് വെച്ചാൽ 7 പതിറ്റാണ്ടിൻ്റെ കേരളത്തിൻ്റെ കാത്തിരിപ്പാണ്. പണ്ടൊക്കെ രഞ്ജി ട്രോഫി മാത്രമായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറ്റവും വലിയ ടൂർണമെൻ്റ്. IPL ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലാണ് അതിപ്പോൾ നമ്മൾ സ്വന്തമാക്കുന്നത്. എങ്ങനെയാണ് ഈ നേട്ടത്തെ അങ്ങ് കാണുന്നത്?